പ്രേക്ഷകരെ ചിരിയിലൂടെ കയ്യിലെടുത്ത പൊന്നമ്മ ബാബുവിന്റെ ജീവിതം ഇങ്ങനെ. കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനത്തെ ഒരു കർഷക കുടുംബത്തിലാണ് താരം ജനിച്ചു വളർന്നത്. കുട്ടിക്കാലം മുതൽ നൃത്തം അഭ്യസിച്ച പൊന്നമ്മ കാഞ്ഞിരപ്പള്ളി സ്കൂളിലെ സബ് ജില്ലാ കലാതിലകമായിരുന്നു. നൃത്തത്തിലുള്ള താരത്തിന്റെ പ്രകടനം കണ്ട് പലതവണ സിനിമാക്കാരും നാടകക്കാരുമൊക്കെ പൊന്നമ്മയെ സിനിമയിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ അച്ഛൻ അതിനോട് ഇഷ്ടമായിരുന്നില്ല. ഒടുവിൽ സമ്മതിച്ചപ്പോൾ ആദ്യമായി മാളം എന്ന നാടകത്തിൽ അഭിനയിക്കുകയും അതിന്റെ സംവിധായകനുമായി പ്രണയത്തിലാവുകയും ചെയ്തു. അങ്ങനെ 16-ാം വയസ്സിൽ വിവാഹം. തുടർന്ന് കുടുംബം നോക്കി ജീവിച്ചു. ഒടുവിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ വീണ്ടും തയ്യലും നാടകവുമായി മുന്നോട്ടു പോവുകയായിരുന്നെന്ന് താരം പറയുന്നു. പിന്നീട് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. ദിലീപിന്റെ പടനായകൻ എന്ന ചിത്രത്തിൽ രാജംബി ദേവിന്റെ ഭാര്യാ കഥാപാത്രമായിരുന്നു തനിക്ക് ആദ്യമായി ലഭിച്ചത്. ആദ്യം പേടിയായിരുന്നെങ്കിലും പിന്നീട് സിനിമ തനിക്ക് ഒരു ഹരമായി മാറി. ചെറുതും വലുതുമായ ഒരുപാട് ചിത്രങ്ങളിൽ താൻ അഭിനയിച്ചെന്ന് പൊന്നമ്മ പറയുന്നു. അതിനിടയിൽ തന്റെ സ്വപ്നത്തെക്കുറിച്ചും താരം പറയുന്നുണ്ട്. മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടണമെന്നാണ് തന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പൊന്നമ്മ പറയുന്നു. അതിലുപരി ഇപ്പോൾ താരത്തിന്റെ മകളും അഭിനയ രംഗത്ത് എത്തിയിരിക്കുകയാണ്.